ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് ബോക്സ് ബൈ രേവതി. അങ്ങനെ MOTയിലെ തെണ്ടലിന് ശേഷം അടുത്ത് ഫുഡ് അടിക്കാൻ എവിടെ പോകാം എന്നുള്ളൊരു ചർച്ചയായിരുന്നു. അപ്പോൾ ഏതോ ഇൻസ്റ്റഗ്രാം പേജിൽ കണ്ടിട്ട് എന്തോ ഒരു വെറൈറ്റി സാധനമുണ്ട്, ട്രൈ ചെയ്യാൻ പോകാം എന്നുള്ള പ്ലാനിങ്ങിൽ എല്ലാവരും കൂടെ പ്ലാൻ സെറ്റാക്കി പുറത്തേക്ക് ഇറങ്ങി. പരിവാരങ്ങൾ എവിടെയെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എല്ലാവരും സ്ലോ മോഷനിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ലൊക്കേഷൻ ഇട്ടു, നേരെ നമുക്കിനി വണ്ടിയിൽ കയറി പറന്നാലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് കോവളം ആ ഒരു സൈഡിലോട്ട് പോകുന്ന വഴിക്കെങ്ങാണ്ടോ ആണ് കേട്ടോ ഈ ഷോപ്പ്. അപ്പോൾ നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്ന വിഭവത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ വായിക്കൊള്ളാത്തൊരു പേരായിരുന്നതുകൊണ്ട് ഞാൻ ഇപ്പം അത് വെളിപ്പെടുത്തുന്നില്ല. സാധനം വരുമ്പം പറയാം അതിൻ്റെ പേരെന്താണെന്ന്. അപ്പോൾ ഈ ഷോപ്പ് അറിയാവുന്നവരെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. ഗ്രീൻ സ്പേസ് ഏരിയ എന്നായിരുന്നു ആ ഒരു ഷോപ്പിൻ്റെ പേര്. നമ്മൾ കഴിക്കാൻ ചെന്ന സാധനം അവിടെ ഭയങ്കര മൂവിങ് ഉള്ള സാധനമായിരുന്നു. ആ സമയത്ത് അതൊരു ട്രെൻഡായിരുന്നു. ചെന്ന് ചോദിച്ചപ്പോഴാണ് സാധനം സ്റ്റോക്കില്ല, കഴിഞ്ഞു, അവിടെ ഓൾറെഡി പ്രീ ബുക്കിംഗ് ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ, നമുക്ക് ഇല്ല എന്ന് പറഞ്ഞു. അവസാനം അവിടെ നിന്ന് ആ കൗണ്ടറിൽ നിന്ന് ചേട്ടനെ പോയി സോപ്പിട്ട് കൈയും കാലും പിടിച്ച് എരന്ന് വാങ്ങിച്ച് തിന്നു എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അന്നാണ് ഫസ്റ്റ് ടൈം അങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. അത്രയ്ക്കും കെഞ്ചി ആ ചേട്ടനോട്. ആ ചേട്ടനെ കണ്ണും കലാശവും കാണിച്ച് വായിലൊരു നാക്കുള്ളതിൻ്റെ പേരിൽ മാത്രം ജീവിച്ചു പോകുന്ന ഒരാളാണ് ഞാനെന്ന് പലപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് പറയാറുണ്ട്. അത് അന്നാണ് ഞാനതിനെ യൂട്ടിലൈസ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങളവിടെ പുള്ളിക്കാരനോട് കെഞ്ചി ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്ത് ഇല്ലാത്ത സാധനം അവർ എക്സ്ട്രാ ഉണ്ടാക്കിയാണ് ഞങ്ങൾക്ക് തന്നത്. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് സീറ്റ് കിട്ടി പോയി ഇരുന്നപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഞങ്ങളുടെ ടേബിളിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചപ്പോൾ കിട്ടിയൊരു മനസ്സിനൊരു സുഖമുണ്ട്, ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. കാരണം വിശന്നണ്ടം കീറിയാണ് നിന്നത്. പിന്നെ കൊണ്ടുവച്ചു, അതിൻ്റെ ഒരു സന്തോഷം തന്നെ ഈ മോന്തായത്ത് കാണാനും ഉണ്ട്. പിന്നെ പുള്ളിക്കാരൻ വന്നത് കട്ട് ചെയ്യുന്നത് വരെ ഒന്നും വെയിറ്റ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ തിന്നു തുടങ്ങിയായിരുന്നു കേട്ടോ. അവിടെ ഇരിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസൊക്കെ ആ മയോണൈസിൽ മുക്കി കഴിച്ചു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനത്തിൻ്റെ പേരായിരുന്നു ചീസ് ഇൻബിൽറ്റഡ് ചിക്കൻ. അതായിരുന്നു സാധനം. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കിനും അതിനകത്തുനിന്ന് ഇങ്ങനെ ലാവ കേക്കിനകത്തുനിന്നൊക്കെ ക്രീം ഒഴുകി വരുന്നത് പോലെ, ചോക്ലേറ്റ് ഒഴുകി വരുന്ന പോലെ ചീസൊക്കെ പൊട്ടി വരുമെന്നൊക്കെയാണ് പറയുന്നതും. വീഡിയോസിനകത്തൊക്കെ അങ്ങനെയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ശരി, എന്താണ് അവസ്ഥയെന്നുള്ളത് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ ചേട്ടൻ മാരകായുധങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയതാണ് സാധനം ഞങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ട്. പിന്നെ ആക്രാന്തം മൂത്ത് ഭ്രാന്തായ ആളാണ് ഞാൻ. അതുകൊണ്ട് പിന്നെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ തിന്നുന്നിരുന്നപ്പോഴത്തേക്കിനും മാരകായുധമായ കത്രികയും കൊണ്ട് പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി ആ മരിച്ച ചിക്കനെ വീണ്ടും വേവിച്ചു കൊന്നിട്ട് അതിനെ ചിത്രവധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പോസ്റ്റ്മോർട്ടം സീനാണ് ഗൈസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പള്ളയൊക്കെ കുത്തി തുറന്നു, അതിൻ്റെ കൈകാലുകളൊക്കെ അതിൻ്റെ ശരീരത്തിൽ നിന്നും വിച്ഛേദിച്ചു ഗൈസ്. എനിക്കൊന്നും കണ്ടുകൊണ്ടിരിക്കാനുള്ള ത്രാണിയില്ലായിരുന്നു. എനിക്ക് വളരെ മനസ്താപമുണ്ടായിരുന്നു. എന്നിരുന്നാലും എന്ത് ചെയ്യാനാണ്, തിന്നാനുള്ള ആ ഒരു ടെൻഡൻസിയിലാണ് കേട്ടോ ഈ മനസ്താപം. പെട്ടെന്ന് കട്ട് ചെയ്ത് താടേ എന്നുള്ളൊരു സ്ഥാനത്തിലാണ് ഞാൻ അവിടെ ഇരുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ അവർ കട്ട് ചെയ്തപ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് അന്നേരം ഒന്നും പൊട്ടിച്ചാടി ഒന്നും പുറത്ത് വന്നൊന്നുമില്ല. പിന്നെ നല്ല ചൂടായിരുന്നു. നമ്മൾ കയ്യങ്ങണം കൊണ്ട് വെച്ചിരുന്നെങ്കിൽ നല്ല രീതിക്ക് പൊള്ളൽ കിട്ടിയേനെ. അതുകൊണ്ട് പുള്ളിക്കാരൻ അതിങ്ങനെ കട്ട് ചെയ്യുന്നത് വരെ ഇങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കുവാണ്. ഏത് പീസ് എടുക്കാമെന്നുള്ളൊരു കാൽക്കുലേഷനൊക്കെ ആയിരുന്നു. എവിടെയാണ് ചത കൂടുതലുള്ളത്, ഏതെടുത്താൽ നമുക്ക് വയറ് വീക്കും എന്നൊക്കെ ഉള്ളൊരു സാധനമാണ് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ പുള്ളി കട്ട് ചെയ്ത് അങ്ങോട്ട് മാറിയത് ഞങ്ങളെല്ലാവരും കൂടെ തന്നെ ചിക്കനെ വീണ്ടും കുത്തി ഞെക്കി അതിനകത്തുണ്ടായിരുന്ന ചീസൊക്കെ പുറത്തെടുത്തു കേട്ടോ. എന്നിട്ട് ചീസൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒരു മൊയ്റ്റോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ മൊയ്റ്റോയും ഈ ചെറിയൊരു ചിക്കൻ്റെ പീസും ഒരു ബന്നും കുറച്ച് മയോണൈസും കൂടെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതെല്ലാം കൂടെ വെട്ടി മുഴുങ്ങി. ബാക്കിയുള്ളവരും പിന്നെ തീറ്റയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലാത്തത് കൊണ്ട് തന്നെ ആക്രാന്തം മൂത്ത് ഭ്രാന്തല്ല, അതിനും മേലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയ ബാച്ചായിരുന്നു ഞങ്ങൾ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ്റെ എല്ല് പോലും വെറുതെ വിടാതെ അതിനെ വരെ ചവച്ച് മുറിച്ച് അരച്ച് തിന്ന് ഇറക്കി കേട്ടോ ഗൈസ്. അതുപോലും വിട്ടില്ല. അവിടെ ഫുൾ ക്ലീൻ ചെയ്തു. അവർക്കിനി ആ പാത്രം പോലും കഴുകേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പോയത്. അങ്ങനെ ഇന്നത്തെ ഫുഡ് വ്ലോഗ് ഇവിടെ കഴിയുകയാണ് ഗൈസ്. അപ്പോൾ ഈ സാധനം നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ അടുത്ത വീട്ടിലേക്കുള്ള മാപ്പ് ഇടുകയാണ്. ഞങ്ങൾ 2 വണ്ടിയിലായിട്ട് യാത്ര തുടർന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.